ചോദ്യം ഇതാണ്: വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 12 km/h വേഗതയിലും തിരികെ വീട്ടിലേക്ക് 24 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ യാത്രയ്ക്ക് 3 മണിക്കൂർ സമയമെടുത്തെങ്കിൽ അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ വ്യക്തി സഞ്ചരിച്ചത് തുല്യ ദൂരങ്ങളാണ് അല്ലേ? വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി, ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ അയാളുടെ ശരാശരി വേഗത എത്ര എന്നൊന്ന് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. സഞ്ചരിച്ചത് തുല്യ ദൂരങ്ങളായതുകൊണ്ട് ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. രണ്ട് വേഗതകളെ x എന്നും y എന്നും റെപ്രസെൻ്റ് ചെയ്താൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താ? 2xy/x+y ആണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. അപ്പം എന്താ വരിക? 2 × 12 × 24 ഡിവൈഡഡ് ബൈ 12ഉം 24ഉം കൂടെ കൂട്ടി അങ്ങ് താഴെ എഴുതിയാൽ മതി. 12 + 24 എത്ര? 36. ഇത്ര ഓക്കെ ആണോ? ഇനി ക്യാൻസലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ. ആ 12 കയറി 36നെ ക്യാൻസൽ ചെയ്യത്തില്ലേ? 12 × 3 = 36. ഇനി എങ്ങനെയാ? ആ 3 പോയി 24നെ ക്യാൻസൽ ചെയ്യും. 3 × 8 = 24. ബാക്കി എന്ത് വന്നു? 2 × 8. ആ വ്യക്തിയുടെ ശരാശരി വേഗത നമുക്ക് കിട്ടുന്നു 16 km/h ആണ് ശരാശരി വേഗത. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് അയാൾ യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? 3 മണിക്കൂർ സമയമെടുത്തു. എന്താ കണ്ടുപിടിക്കേണ്ടത്? അയാൾ സഞ്ചരിച്ച ആകെ ദൂരമാണ്. സ്പീഡ് അവൈലബിളാ, ടൈം അവൈലബിളാ. ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 16, സമയം 3 മണിക്കൂറാ. 16 × 3. അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 48 km ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.